ബി.ജെ.പി. നേതാവിന്റെ പാദപൂജ നടത്തിയ ആലപ്പുഴ നൂറിനാട് ഇടപ്പോണിലുള്ള വിവേകാനന്ദ വിദ്യാപീഠം സ്കൂളിലേക്ക് കെ.എസ്.യു. നടത്തിയ മാർച്ചിൽ പോലീസുമായി സംഘർഷം. പ്രവർത്തകർ ബാരിക്കേഡും പോലീസ് വലയവും ഭേദിക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. ഉപരോധത്തിനു ശേഷം റോഡ് ഉപരോധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ആലപ്പുഴ നൂറിനാട് ഇടപ്പോണിലുള്ള വിവേകാനന്ദ വിദ്യാപീഠം സ്കൂളിൽ കുട്ടികളെ കൊണ്ട് ബി.ജെ.പി. ആലപ്പുഴ സൗത്ത് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ.കെ. അനൂപിന്റെ പാദപൂജ നടത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ചായിരുന്നു കെ.എസ്.യു. മാർച്ച് നടത്തിയത്. ഇടപ്പോൺ ജംഗ്ഷനിൽ നിന്നും വനിതാ പ്രവർത്തകരടക്കം പങ്കെടുത്ത മാർച്ച് സ്കൂളിന് സമീപം ബാരിക്കേഡ് സ്ഥാപിച്ച് പോലീസ് തടഞ്ഞു. ചെങ്ങന്നൂർ ഡിവൈഎസ്പി എം.കെ. ബിനുകുമാറിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്തുണ്ടായിരുന്നു. തുടർന്ന് കെ.എസ്.യു. സംസ്ഥാന പ്രസിഡന്റ് സേവ്യർ അലോഷ്യസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു ഏടിൽ പോലും ചേർക്കപ്പെടാൻ അവകാശമില്ലാത്ത ഈ സംഘപരിവാർ ശക്തികൾ, നമുക്കറിയാം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടത്തായിക്കൊള്ളട്ടെ അതിനുശേഷമായിക്കൊള്ളട്ടെ ഈ രാജ്യത്തിന്റെ വികാസത്തിനും വികസനത്തിനും വേണ്ടി ഒരു കണിക പോലും സംഭാവന ചെയ്യാത്ത ഈ സംഘപരിവാർ ശക്തികൾ നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിലേറിയതിനു ശേഷം കഴിഞ്ഞ 10 വർഷക്കാലമായി നടത്തുന്നത് ഈ രാജ്യത്തിന്റെ സമസ്ത മേഖലകളെയും RSS വൽക്കരിക്കാൻ ഉള്ള ഒരു വലിയ തീവ്ര ശ്രമവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അത് മറ്റു പല സംസ്ഥാനങ്ങളിലും അതിന് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മുടെ കേരളത്തിന്റെ മണ്ണിലേക്ക് വരുമ്പോൾ ഈ സംഘപരിവാർ ശക്തികൾക്ക് കേരളത്തിന്റെ മണ്ണിൽ പരവതാനി വിരിച്ചു കൊടുക്കുന്ന തൊഴിലാണ് പിണറായി വിജയൻ ഏറ്റെടുത്തിരിക്കുന്നത്. ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞതോടെയാണ് സംഘർഷമുണ്ടായത്. ബാരിക്കേഡിന്റെ വശത്തുകൂടി കെ.എസ്.യു. ജില്ലാ പ്രസിഡന്റ് എ.ഡി. തോമസ് മുന്നോട്ടു പോകാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞു. ഇതോടെ പ്രവർത്തകരെത്തി പോലീസ് വലയം ഭേദിക്കാൻ ശ്രമിച്ചു. ഇതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. ഏറെ നേരം പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായി. നേതാക്കൾ ഇടപെട്ടതോടെയാണ് സംഘർഷം ശാന്തമാക്കിയത്. തുടർന്ന് പോലീസിനെതിരെ മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകർ മാവേലിക്കര പന്തളം റോഡിൽ കുത്തിയിരുന്നു. ഗതാഗത തടസ്സമുണ്ടായതോടെ നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ഇവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. കെ.പി.സി.സി. ജനറൽ സെക്രട്ടറി കെ.പി. ശ്രീകുമാർ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തു. നേതാക്കളായ റിയാസ് പത്തിശ്ശേരിൽ, ഷാൻ ചാരുമൂട്, രോഹിത് പാറ്റൂർ, സുഹീർ വള്ളികുന്നം, മീനു സജീവ്, അഡ്വക്കേറ്റ് മുത്താര രാജ്, അൻസിൽ, റമീസ് ചാരുമൂട് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.